കംഫർട്ടബിൾ ആയിട്ടിരിക്കും. ഇത് പിടിക്കേ. ഹോൾഡ് ദ ഗിറ്റാർ. ഈ ഗിറ്റാർ കണ്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടിയാ. ഈ കർവ് നിങ്ങളുടെ ടൈറ്റ്സിന് വേണ്ടിയാ. ഈ കർവ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ചെസ്റ്റിന് വേണ്ടി. Where do I keep the fingers? ആദ്യം ഗിറ്റാറിനെ ഇങ്ങനെ ചേർത്ത് വെക്കണം. ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാ ബെറ്റർ. ഇതങ്ങ് പോട്ടെ. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഈ ഫിംഗേഴ്സ് ഇങ്ങനെ ടച്ച് ചെയ്യണം. ആൻഡ് ജസ്റ്റ് ഫീൽ ദ മ്യൂസിക്. എന്നെ സഞ്ജു ഗിറ്റാർ പഠിപ്പിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. ആ ടൈമിൽ എന്ത് ഫീലായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആക്ച്വലി ഏത് ആംഗിളിൽ നോക്കിയാലും അവളെക്കാൾ സുന്ദരി ഞാനാണല്ലോ. എന്നെ എന്താ പിന്നെ അവൻ ഗിറ്റാർ പഠിപ്പിക്കാത്തെ? അവളെ മാത്രം എന്താ പഠിപ്പിക്കുന്നേ? നിന്റെ കയ്യിൽ ഗിറ്റാർ ഇരിക്കുന്നത് പോലെ നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? ഗുരുജി, അവന്റെ ഗിറ്റാർ നിന്റെ കയ്യിൽ തന്നത് നിന്നെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ്. പഠിപ്പിക്കുക. ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഫാഷൻ മാറിപ്പോയി, ടേസ്റ്റ് മാറിപ്പോയി. നിന്റെ പാരമ്പര്യം മറന്ന് ഫിഡൽ പോലും നീ മാറ്റിക്കളഞ്ഞില്ലേ? ഇനി ഒരു സെക്കൻഡ് കൂടി അവന്റെ കൂടെ ഇരുന്നാൽ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം നിന്റെ ജീവിതവും കാഞ്ഞേട്ടയാകും. ഇതെന്ത് പറ്റി? കീറിയ മൊത്തം കീറിക്കളഞ്ഞോടാ. കീറിയല്ലോടാ. നിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാനം പറയടി? ഇവിടെ വാ. പാടി. കുറച്ച് ഓവറാവുന്നുണ്ട് താൻ. ഞാൻ ഓവറാവുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഫിഡൽ, ബ്രഹ്മാദി ഫിഡൽ. ഏയ്, നിങ്ങൾ ബ്രഹ്മാദി ഫിഡൽ ആണെങ്കിൽ ഞാൻ സഞ്ജു രംഗൻ. ഓയ്യോ, ഓരോ അവന്മാര് വിചാരിക്കുന്നത് അവന്മാരെല്ലാം വലിയ കോപ്പുകളാണെന്നാ. കാണിച്ചു തരാടാ, നിന്നെ എല്ലാം ഞാൻ കാണിച്ചു തരാടാ. ഹലോ, ഐ കാന്റ് ഹാൻഡിൽ ദിസ് പ്രഷർ സർ. എന്തു പറ്റിയടാ? സാറേ, നിങ്ങളുടെ മോള് നിങ്ങളുടെ കൈ വിട്ടുപോയി. ശങ്കരാഭരണവും സാഗര സംഗമവും എല്ലാം കട്ടേപടമായി. സാറിന്റെ ആരോഗ്യത്തെ ഓർത്ത് ആ ഫിഡൽ പൊട്ടിപ്പോയ കാര്യം മാത്രം ഞാനിപ്പോ പറയുന്നില്ല. ഫിഡൽ പൊട്ടിപ്പോയെന്നോ? എങ്ങനെ? ഇവിടെ ഒരു സഞ്ജു എന്ന് പറയുന്നവനുണ്ട്. അവൻ ആ ഫിഡലിലൊന്ന് കൈവച്ചു, ഓം നമ ശിവായ. ഇപ്പൊ മോളുടെ ദേഹത്തും കൈവച്ചിട്ടുണ്ട്, ഓം നമ ശിവായ. ആരാണ് അവൻ? ശരിക്കും അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫിഡൽ. വെസ്റ്റേൺ മ്യൂസിക് വന്ന് ശുദ്ധമായ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഒന്ന് തട്ടി. തകർന്നു പോയില്ലേ സാർ നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്? ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ പൊന്നു സാറേ. അറിഞ്ഞോടിയും പോണ വിശേഷങ്ങള്. എന്റെ ഫിഡൽ അവള് നശിപ്പിച്ചു, നമ്മുടെ പാരമ്പര്യവും നശിപ്പിച്ചു. മുത്തശ്ശനോട് എന്ത് സമാനം പറയും? അത് നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പറഞ്ഞാ പോരെ. ഇപ്പൊ മോളുടെ വിശേഷം എന്താന്ന് ചോദിക്കും. ഓ, നമ്മുടെ മോള് ഓം നമ ശിവായ അടി പറയുന്നേ. വാലും തലയില്ലാത്തൊരു മണ്ണുണ്ണി കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയേക്ക് അങ്ങേര് പറയുന്നതാണോ വിശ്വസിക്കുന്നത്? അമ്മ എവിടെ മോളെയാണോ ചീത്ത വിളിക്കുന്നത്? അവൻ നമ്മുടെ മോളോടുള്ള ഉത്തരവാദിത്തം കൊണ്ട് അല്ലിയോടി പറയുന്നേ. പിന്നെ മണ്ണാൻ കേട്ട അങ്ങേരുടെ തലയ്ക്ക് നല്ല സ്ഥിരതയില്ല. ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയോ? തഞ്ചാവൂർ കുട്ടപ്പ വൈദ്യനാഥ ഭാഗവതന് ഗിഫ്റ്റ് തന്ന നിങ്ങളുടെ ഫിഡലിൽ മോഷ്ടിച്ചോണ്ട് നാട് വിട്ടുപോയ ആളല്ലേ? ആ ഫോണിൽ ഞാൻ ആ കിഴങ്ങിനോട് ഞാൻ സംസാരിക്കാം. ചേട്ടാ, സുഖമാണല്ലോ അല്ലേ? ഇത്രയും മര്യാദയൊന്നും വേണ്ട. പെൺമക്കളുടെ സ്വഭാവം എന്ന് പറയുന്നത് തള്ളമാര് വളർത്തുന്നത് പോലെയാ. ഫിഡലൊക്കെ മോള് കളഞ്ഞില്ലേ? ഇനി ഗിറ്റാർ എടുത്ത് വെച്ച് ഡിങ് 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 എന്ന് വായിച്ചാ മതി. ഇതാ നിങ്ങളുടെ മോളെ കൊടുക്കാം. എന്താന്ന് വെച്ചാ സംസാരിച്ചോ. സംസാരിക്കും മോളെ. ഏതാ മോളെ ആ പയ്യൻ? സഞ്ജു എന്നാ പേര്. നല്ല പയ്യനാ അമ്മേ. അത്ര നല്ല പയ്യനാണെങ്കിൽ പിന്നെന്താ കുഴപ്പം? അതിരിക്കട്ടെ, അവനവിടെ എന്ത് ചെയ്യുന്നു? അവൻ ഇവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയർ ആണമ്മേ. എന്തോ? അവൻ ഇവിടുത്തെ ഫേമസ് ഗിറ്റാർ പ്ലെയറോ? റോഡിൽ തുണി വിരിച്ചെന്ന് പാടുന്നതാണോ ഫേമസ്? നീ കുടിച്ചെന്ന് അവന് കൈകൊട്ടി കൊടുക്കും. പോ. മോൾ അങ്ങേരി പറഞ്ഞത് മൈൻഡ് ചെയ്യണ്ട. ആ പയ്യന്റെ അഡ്രസ് ഇങ്ങോട്ട് പറഞ്ഞു. അച്ഛൻ പോയി വിവരങ്ങളെല്ലാം അന്വേഷിച്ചോളും. അതെ, ആ പയ്യന്റെ വീട്ടിൽ പോയി സംസാരിക്കും. ഞാൻ എന്ത് സംസാരിക്കാനാ? എന്താ സംസാരിച്ചാല്? സംസാരിക്കില്ലേ? സംസാരിക്കില്ലേന്ന്. എന്ത് ചെയ്യാനാ? വയസ്സായി പോയ ഏതാണുങ്ങളായാലും ഭാര്യയുടെ കയ്യില് വാ. വേണ്ട സഞ്ജു, ഇങ്ങോട്ട് വരാൻ. വേണ്ട സഞ്ജു, പ്ലീസ്. ചുമ്മാ ഇരിക്കും. ഞെക്കിയാ വരുമെന്ന് പറഞ്ഞിട്ട് കൊറേ നേരം ആയല്ലോ. വരും. സഞ്ജു, അവർക്കൊക്കെ ക്ലാസ് ഫെയിലിംഗ് കുറച്ച് പ്രശ്നമാവും. ഹായ് ഗോമതി, ഞാൻ സഞ്ജുവിന്റെ ഫാദർ. ഇവൾ എന്റെ ഭാര്യ സുമതി. ഹായ് മോളെ. നമസ്തേ. PKV സാർ, that handsome boy is my son സഞ്ജു. നമസ്കാരം അങ്കിൾ. മനസ്സിലായി, ഞങ്ങളുടെ ഫാമിലി ഫിഡൽ തല്ലിപ്പൊളിച്ച മഹാനുഭാവനല്ലേ ഇത്? അതൊക്കെ ഇനി എന്തിനാ പറയുന്നത്? ഒന്നും മിണ്ടാതിരിക്കും. ഞാനും PKV സാറും എല്ലാം സംസാരിച്ചു. നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. വി ഹാവ് അക്സെപ്റ്റഡ് യുവർ ലവ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു എതിർപ്പില്ല. ഞങ്ങൾക്കുണ്ട്. പറയടി.
അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ മോള് പപ്പടവും സാമ്പാറും ഒക്കെ തിന്ന് ശീലിച്ച പെണ്ണാ. നിങ്ങളുടെ മോൻ മീനും ഇറച്ചിയൊക്കെ തിന്ന് ശീലിച്ചതല്ലേ, അതുകൊണ്ട് എന്റെ മോളോട് അതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പേരിന് നോൺ വെജ് കഴിക്കുന്നല്ലാതെ ദിവസം കഴിക്കാറൊന്നുമില്ല. ഈ സൺഡേയിലൊക്കെ സൺഡേ മാത്രം പുറത്തു പോയി ഫുഡ് കഴിച്ചോളൂ. ഓക്കെ ഡാഡി, അത് കുഴപ്പമില്ല. ആ പിന്നെ ഇന്റർ കാസ്റ്റ് മാരേജ് ആയതുകൊണ്ട് സ്ത്രീധനം തരുന്ന പ്രശ്നമേ ഇല്ല. ഓ കമോൺ അത് ഓൾറെഡി പറഞ്ഞു ആ കഴിഞ്ഞു. അല്ല, പയ്യനോട് അറിയട്ടെ, പിന്നെ ചോദിച്ചാലോ. അതുപോലെ നിങ്ങളെല്ലാവരും കണ്ണൂരുകാരാണല്ലോ, ബോംബും വെടിമരുന്നൊന്നും വീട്ടിൽ വെക്കരുത്. മോൾ അറിയാതെ അങ്ങനെ എടുത്ത് അതോടെ കഴിഞ്ഞല്ല. ഞങ്ങൾക്ക് അവളെ ഒറ്റ മോളാ, വല്ലതും പറ്റിയാ പോയില്ലേ. ഓ കേട്ടോ സാറേ, ഏ? ചില സംഭവങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടായി പോയിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡും വെരി ഡിസിപ്ലിൻഡുമാണ്. ഐ എം MBA ഗ്രാജുവേറ്റ്. ഇത് ഡോക്ടറും മകൻ ബിടെക്കുമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഇന്റർ കാസ്റ്റ് കോമ്പിനേഷനിൽ എപ്പോഴും പ്രോബ്ലംസ് തന്നെ ആയിരിക്കും. ഹേയ് മിസ്റ്റർ PKB സാർ, ഒരു നിമിഷം നിങ്ങൾ പഴയതൊക്കെ ഒന്ന് മറന്ന് പുതിയ കാലത്തെ കുറിച്ചും ചിന്തിച്ചു നോക്കും. വാട്ട് ഈസ് ദ പ്രോഗ്രസ്? ടൈം ഇസ് ചേഞ്ച്. ഇപ്പൊ നിങ്ങളുടെ ബ്രാഹ്മൺ കുട്ടിയെ നായരായ എന്റെ മകൻ കെട്ടുന്നു, അതുപോലെ നായർ പെൺകുട്ടികളെ മറ്റു ജാതിക്കാരും കെട്ടുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ബ്രാഹ്മൺ കുട്ടിയെ ഒരു മുസ്ലിമാണ് കെട്ടിയത്. അവരിപ്പോ 2 പിള്ളേരും ഒക്കെ സുഖമായിട്ട് ജീവിക്കുന്നു. എന്തൊരു ഹാപ്പിയസ്റ്റ് പ്രോഗ്രസ്. വാട്ട് ഈസ് റോങ്? എവിടെ നോക്കിയാലും ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മാരേജ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് എന്തിനാ ഈ കാസ്റ്റ് ഫീലിങ്സ്? മക്കള് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് വേണ്ടത്. ശരി, സമ്മതിച്ചു. ഫൈനലായിട്ട് ഒരു കാര്യം, 40 വർഷമായിട്ട് ഫിഡിൽ വായിക്കാൻ ഞാൻ പ്രായവും ആയി. നിങ്ങളുടെ ഭരണമായതുകൊണ്ട് ആരെങ്കിലും ഒന്ന് സ്വാധീനിച്ച ഒരു പത്മശ്രീ അവാർഡ് വാങ്ങി തന്നാൽ ഹാപ്പി ആയിട്ട് മരിക്കരുത്. അയ്യോ, പത്മശ്രീ അങ്ങനെയൊന്നും കിട്ടില്ല. ആഹാ. ഏയ് വിഷമിക്കണ്ട. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. തിങ്ക് ഇറ്റ് ഈസ് ഡൺ. നായരെന്ന് പറഞ്ഞ ഇതാ, കൈ കൊണ്ട് പിള്ളേച്ചാ. സഞ്ജു, ഗോമതി എവിടെ? ഗോമതിയെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം?